പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം 2 ശമൂവേൽ 5-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. ഇങ്ങനെ യഹോവ ഇസ്രായേലിൽ തന്നെ രാജാവായി സ്ഥിരപ്പെടുത്തുകയും അവൻ്റെ ജനമായ ഇസ്രായേൽ നിമിത്തം തൻ്റെ രാജത്വം ഉന്നതമാക്കുകയും ചെയ്തു എന്ന് ദാവീദ് അറിഞ്ഞു. അതിനോട് ചേർന്ന് 10-ാം വാക്യം കൂടെ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായിത്തീർന്നു. അതോട് ചേർന്ന് 37-ാം സങ്കീർത്തനം അതിൻ്റെ 23-ാം വാക്യം കൂടെ വായിക്കട്ടെ. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കും. ദൈവവചനത്തിൻ്റെ ഒരടിസ്ഥാന പ്രമാണമാണ് ഇവിടെ സങ്കീർത്തനക്കാരനും പഴയ നിയമ പ്രവാചകനായ ശമൂവേലും രേഖപ്പെടുത്തുന്നത്. ദൈവം കൂടെയുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം അത് ഫലകരമായി തീരും, അത് അനുഗ്രഹപൂർണമായി തീരുവാൻ ഇടയായിത്തീരും. നമുക്ക് തന്നെയും മറ്റുള്ളവർക്കും അതൊരനുഗ്രഹമായി തീരത്തക്കവണ്ണം ദൈവം അതിന്മേൽ ഇടപെടും. ദാവീദിൻ്റെ ജീവിതത്തിൽ ആദിയോടന്തം നമുക്കത് കാണുവാൻ കഴിയും. ദാവീദ് തൻ്റെ ഭവനത്തിൽ തൻ്റെ മാതാപിതാക്കളോടൊപ്പമായിരുന്നപ്പോൾ അവർക്കൊരു അനുഗ്രഹപാത്രമായി തീർന്നു. വീണ്ടും തൻ്റെ ജീവിതത്തിൽ അനേക സ്ഥാനങ്ങളിൽ ദൈവമാക്കി വെച്ച സ്ഥാനങ്ങളിലൊക്കെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചു. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടുവെങ്കിലും അവിടെയൊക്കെ കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോയി. താൻ രാജാസനത്തിലിരിക്കുമ്പോഴും വീഴ്ചകൾ വന്നു, മാനുഷിക സഹജമായ പാപപ്രവൃത്തികളിലൊക്കെ ഇടപെടുവാൻ ഇടയായി തീർന്നുവെങ്കിലും ദൈവം കൂടെയിരുന്നു. താൻ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ദാവീദിലൂടെ നിറവേറുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കി. ഇവിടെ പറയുന്നത്, യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. ശൗൽ രാജാവിൻ്റെ അതിൻ്റെ ആ പ്രതാപത്തേക്കാൾ അധികമായിട്ട് ദാവീദിന് ദൈവകൃപ അനുഭവിപ്പാൻ, ദൈവസാന്നിധ്യം അനുഭവിപ്പാനൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇടയായിത്തീർന്നു. മാത്രമല്ല, തന്നെ ഈ സ്ഥാനത്താക്കി എന്നുള്ള ആ ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. രാജത്വം ഉന്നതമാക്കുകയും ചെയ്തു എന്ന് ദാവീദ് അറിഞ്ഞു. ദൈവമാണ് തന്നെ രാജസ്ഥാനത്ത് കൊണ്ടുവന്നതെന്നുള്ളതും അവിടെ തനിക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ലഭിപ്പാൻ മുഖാന്തരമായി തീരുന്നത് ദൈവമാണെന്നും അറിഞ്ഞ്, റോമാലേഖനത്തിൽ പറയുന്നത്, ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് വിവേകം തന്നു. അതൊരു വലിയ അറിവാണ്. നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വരുമ്പോൾ, നമുക്ക് പ്രശസ്തിയും പണവും വർദ്ധിക്കുമ്പോഴും അതിൻ്റെ മധ്യത്തിൽ ഇതിൻ്റെ ഉറവിടം, എൻ്റെ എല്ലാ ഉറവുകളും നിന്നിൽ നിന്നാകുന്നു എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ ഇടയാക്കുന്നത് അതും ഒരു ദൈവകൃപയാണ്, എൻ്റെ കഴിവല്ല. ദാവീദ് പറയുന്നുണ്ടല്ലോ, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആരുള്ളൂ, അത് നിന്റെ ദാനമാണ്. അത് മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്ന ദാവീദ്. സങ്കീർത്തനക്കാരൻ അത് ചേർന്ന് പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കണം. നമ്മുടെ വഴികളിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പ്രസാദമുള്ള വഴികളിലൂടെയാണോ നാം പോകുന്നത്? ദൈവം അതിൽ പ്രസാദിക്കുകയും നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുകയും ചെയ്യുവാൻ മുഖാന്തരമായി തീരുന്നുണ്ടോ? നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അനുഗ്രഹമാക്കുമെന്ന് മാത്രമല്ല, നമ്മിലൂടെ ദൈവനാമം മഹത്വപ്പെടും. ചുറ്റുമുള്ളവർക്കൊക്കെ നാമും ഒരനുഗ്രഹമായി തീരും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ വെല്ലുവിളിക്കട്ടെ. ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടെ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാവട്ടെ. ഗോഡ് ബ്ലെസ് യു.